അസ്സാമു അലൈക്കും ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മളൊരു കിടിലൻ കോമ്പോയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. നല്ല സോഫ്റ്റ് അരി ഉറട്ടിയും സ്പൈസി ചിക്കൻ കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒരു കോംബോ ഇഷ്ടപ്പെടാത്ത മലയാളികളില്ലല്ലോ. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും പറ്റിയ നല്ലൊരു ഐറ്റമാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമ്മൾ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള ചിക്കനൊക്കെ നമുക്കൊന്ന് കഴുകിയെടുക്കണം. ചിക്കൻ കഴുകുമ്പോൾ അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കഴുകുകയാണെങ്കിൽ അതിലൊരു പ്രത്യേക ചുവയും മണവും പോകാനും അതിലെ ജേംസൊക്കെ നീക്കം ചെയ്യാനും ചിക്കൻ സോഫ്റ്റ് ആവാനും ഇത് സഹായിക്കും കേട്ടോ. അപ്പോൾ ഞാനിതാ ചിക്കനൊക്കെ നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി അതിലെ വെള്ളമൊക്കെ തോർത്തൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ കറി വെക്കാനുള്ള ഒരു കുക്കർ ഞാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള അതായത് ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 4 ഏലക്ക, പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പു, ഒരു 1/2 ടീസ്പൂണോളം പെരുംജീരകം, ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഞാനൊരു 3 മീഡിയം സൈസ് സവാളയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് നല്ല രീതിയിൽ കനം കുറച്ച് സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്തത് നല്ല രീതിയിൽ ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നല്ല രീതിയിൽ എണ്ണയിലൊക്കെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് കറിവേപ്പിലയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 2 തണ്ടോളം കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയാണ് കേട്ടോ. അത് ഒരു 5 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണത്തോളം ഇഞ്ചിയും നല്ല രീതിയിൽ ചതച്ചെടുത്തത് കൂടി ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൂട്ടി കൊടുക്കാമേ. അപ്പോൾ ഇതാ നമ്മുടെ ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം നമുക്കിവിടെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു ടൈമിൽ നമുക്ക് ഈ ഉള്ളിയൊക്കെ ഒന്ന് നല്ല രീതിയിൽ വഴന്ന് കിട്ടാനും ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഉള്ളിയുടെ ജലാംശമൊക്കെ ഒന്ന് പോയി പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടാൻ നമ്മളെ സഹായിക്കും. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 10 മീഡിയം സൈസ് വരുന്ന കൊച്ചുള്ളി കൂടി ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഈ സവാളയും കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കൊച്ചുള്ളി ചതച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കറിക്ക് നല്ലൊരു മണവും രുചിയും കിട്ടാനായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഈ കൊച്ചുള്ളിയും സവാളയും എല്ലാം ഒന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഒരു പഴുത്ത തക്കാളി കൂടി ചെറുതായി അരിഞ്ഞു കൊടുത്തത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് ഈ ഒരു ടൈമിൽ നമ്മളൊരു 1/2 ടീസ്പൂണോളം കുരുമുളകും ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളക്കി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ ഇതാ നമ്മുടെ മഞ്ഞൾപ്പൊടിയും കുരുമുളകും നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ടൈമിൽ നമ്മൾ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിരുന്ന ചിക്കനില്ലേ, അത് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അതായത് ആ മസാല എല്ലാ ഭാഗത്തും എത്തുന്ന വിധം നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. എന്നാലേ ചിക്കനിലേക്ക് ആ മസാലയൊക്കെ നല്ലപോലെ ഒന്ന് പിടിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അതായത് ഞാനിവിടെ 1 ടീസ്പൂണോളം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നല്ല രീതിയിൽ നമുക്കൊന്ന് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ഗരം മസാല നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ളതാണ്. അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇത് നമുക്ക് ഈ കുക്കറിൻ്റെ മൂടി വെച്ച് അടച്ച് ഒരു 2 വിസിൽ കേൾക്കുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അത് 2 വിസിലെന്ന് പറഞ്ഞാൽ കുക്കർ മൂടിയതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ 1 വിസിലും അതേപോലെ തന്നെ ആ വിസിൽ കേട്ട് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് 1 വിസിലും കൂടെ കേൾപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ വിസിൽ കേട്ട് നല്ല രീതിയിൽ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല തയ്യാറാക്കണം. അപ്പോൾ ചിക്കൻ ആവശ്യമായിട്ടുള്ള ഒരു പാന് ഞാൻ ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. അത് ചൂടാവുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ 2 ടീസ്പൂൺ മുളക് പൊടിയും അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് അതിൻ്റെ പച്ച മണം മാറുന്നത് വരെ നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം. മസാല തീ കുറച്ച് വെച്ച് മൂപ്പിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. പൊടികളുടെ നല്ലൊരു മണം വരുന്നത് വരെ തന്നെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം.
അപ്പോൾ ഇതാ നമ്മുടെ മസാലയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ലതാ സോഫ്റ്റായിട്ട് നമ്മൾ വെന്ത് കിട്ടിയിട്ടുള്ള ചിക്കനും മസാലയും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിതാ മൂപ്പിച്ചെടുത്ത മസാലയിലോട്ട് നമ്മുടെ ഈ ചിക്കനൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണേ. ചിക്കൻ ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ 1 ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ആ കുക്കറിൽ തന്നെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അത് കലക്കിയാണ് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ല രീതിയിൽ ആ മസാല ഒന്ന് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കൊന്ന് ചെറുതായി ഒന്ന് തിളവന്ന് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ഞാൻ ഇതിലേക്ക് ഒരു പിടി മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മളെ ചിക്കൻ കറിക്ക് ഒരു മണം കിട്ടാൻ തന്നെ നല്ലതാണേ. ഇനി നമുക്കിതിലേക്ക് ഒരു മൂടി വെച്ച് കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റോളം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ 1 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ മൂടിയൊക്കെ തുറക്കുമ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇതാ ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ നല്ല രീതിയിൽ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഉരട്ടി ഉണ്ടാക്കാമേ. അപ്പോൾ അരി ഉരട്ടിക്ക് ഞാനിവിടെ ഒരു ഉരുളി വെച്ചിട്ടുണ്ട് നമ്മൾ മാവ് കിണ്ടാനും വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് 1 സ്പൂണ് ഉപ്പ് കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഗ്ലാസ്സിനാണ് ഞാൻ അവിടെ വെള്ളം എടുത്തിരുന്നത്. അതിൽ തന്നെ നമ്മുടെ വെള്ളം ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും അതിനൊരു 1/2 ഗ്ലാസ് വെള്ളം ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. നമുക്ക് ആവശ്യം വരുവാണെങ്കിൽ ചേർക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ വെള്ളം എന്താ നമുക്കിവിടെ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ മാവൊന്ന് സോഫ്റ്റായി കിട്ടാനും പിന്നെ ഈ മാവിലേക്ക് നല്ലൊരു ടേസ്റ്റ് ഇറങ്ങാനും വേണ്ടിയിട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 1 സ്പൂണോളം എണ്ണ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ വെള്ളം എടുത്ത അതേ ആ ഒരു കപ്പിൽ തന്നെ ഒരു 1.5 കപ്പോളം മാവാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം തിളച്ച് വന്നതിന് ശേഷം ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇതിലേക്ക് മാവ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ആ മാവ് ആ ലോ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കൊന്ന് നല്ല രീതിയിൽ കിണ്ടിയെടുക്കണം. അപ്പോൾ ഇത് നമ്മളിതാ നല്ല രീതിയിൽ ആ മാവും വെള്ളമൊക്കെ നല്ല രീതിയിലൊന്ന് മിക്സാക്കി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു നല്ലൊരു കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് പേഞ്ഞെടുക്കണം കേട്ടോ. ആ പേഞ്ഞെടുക്കുന്നതിലാണ് നമ്മൾ അരി ഉരട്ടിക്ക് ആ ഒരു സോഫ്റ്റും ടേസ്റ്റും ഒക്കെ കിട്ടുക. നമ്മൾ അരി ഉരട്ടി സോഫ്റ്റായിട്ട് ഇരിക്കണമെങ്കിൽ തന്നെ നല്ല രീതിയിൽ നമ്മൾ ആ ചൂടോടെ തന്നെ ആ മാവിനെ ഒന്ന് നല്ല സോഫ്റ്റാക്കി പേഞ്ഞെടുക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ അരി ഉരട്ടിയും പെർഫെക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ മാവൊക്കെ നല്ല രീതിയിൽ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ ബോൾസായിട്ട് എടുക്കണം. നമ്മളിവിടെ ഓരോ ബോൾസായിട്ട് എടുത്തിട്ട് അത് ഒന്ന് കൗണ്ടർ ടോപ്പിലിട്ട് നല്ല രീതിയിൽ പേഞ്ഞെടുത്താണ് ബോളാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ പേഞ്ഞ് നമുക്ക് ഓരോ ബോൾസുകൾ റെഡിയാക്കി എടുക്കാം കേട്ടോ. കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തടവിയിട്ട് ബോൾസൊക്കെ ആക്കുകയാണെങ്കിൽ കയ്യിൽ മാവ് ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇനി ബാക്കി നമുക്ക് എല്ലാ ബോൾസും റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതാ ഞാൻ എല്ലാ ബോൾസും ഒരേ സെയിം സൈസിൽ തന്നെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായി പരത്തിയെടുക്കാം. കൗണ്ടർ ടോപ്പിലിട്ട് തന്നെയാണ് കേട്ടോ പരത്തിയെടുക്കുന്നത്. നമ്മൾ ഈ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്ന പോലെ തന്നെ കുറച്ച് അരിപ്പൊടി ഉപയോഗിച്ച് ഇത് നല്ല വട്ടത്തിൽ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ. പൊടി ഇടുന്നത് കൊണ്ട് തന്നെ നല്ല സ്മൂത്തായി പരന്നും കിട്ടും. പിന്നെ കൂടുതൽ പൊടിയാകാതെ സൂക്ഷിക്കണം. എന്തെന്ന് വെച്ചാൽ എന്നാലേ ചുട്ടെടുക്കുമ്പോൾ ഉരട്ടി നമുക്ക് നല്ലൊരു സോഫ്റ്റായി കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഉരട്ടി നമുക്കിവിടെ പെർഫെക്റ്റായിട്ട് തന്നെ പരന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്കൊന്ന് പരത്തിയെടുക്കാവേ. അപ്പോൾ ഇതാ ഞാൻ ബാക്കിയെല്ലാം ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഉരട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂട് തട്ടുന്നതനുസരിച്ച് നമുക്കൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് നല്ല രീതിയിലൊന്ന് പൊള്ളിച്ചെടുക്കണം. തിരിച്ച് മറിച്ചിട്ട് വേവിക്കുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് പൊള്ളിക്കിട്ടും കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമായാൽ കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിലാകുമ്പോൾ പാകത്തിന് തന്നെ കിട്ടും കേട്ടോ. നമ്മുടെ ആ സ്പൂൺ കൊണ്ടൊന്ന് ഉരട്ടിയിൽ ഒന്ന് അമുക്കി കൊടുക്കുകയാണെങ്കിൽ വേഗം തന്നെ നമ്മുടെ ഈ ഉരട്ടിയൊക്കെ ഒന്ന് പൊള്ളി വന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ അരി ഉരട്ടിയുടെ നല്ല രീതിയിൽ പൊള്ളി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കി എല്ലാ അരി ഉരട്ടിയും ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ അരി ഉരട്ടി എല്ലാം എന്താ ഇവിടെ നല്ല രീതിയിൽ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാടൻ അരി ഉരട്ടിയും ചിക്കൻ കറിയും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടെ തന്നെ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രണ്ട്സ്. അസ്സലാമു അലൈക്കും.